മധ്യപ്രദേശിലെ ഗ്വാളിയാറിന്റെ ഔട്ട്സ്കേർട്സിൽ കട്ടാരെ ഫാം ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട്, അതേപോലെ തന്നെ ആ ഒരു ഫാമിൽ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ പിന്നിലൂടെ ഒരു ട്രയൽ ഉണ്ട്. ഏകദേശം ഒരു 2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലോട്ട് എത്താം. സോ വീക്കെൻഡ്സ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവുള്ള സമയങ്ങളിലായിക്കോട്ടെ, ആ ഏരിയയിലുള്ള ആളുകൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു അത്. എന്നാൽ ആ സ്ഥലത്തിന് ചെറിയ ഒരു പ്രശ്നമുണ്ട്. അത് ഇത്തിരി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ആ ഒരു സ്ഥലത്തെ മിസ്യൂസ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അതായത് മദ്യപിക്കുന്നതിനും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ വ്യഭിചാരത്തിനും വേണ്ടിയിട്ടും ആളുകൾ അങ്ങോട്ട് എത്താറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് പോലീസ് പെട്രോളിംഗ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കാറുള്ളതുമായിരുന്നു. അങ്ങനെയാണ് ഡിസംബർ 29, 2025 സോനം രഘുവംശി എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ കുറച്ച് പോലീസുകാർ അവിടെ പെട്രോളിങ്ങിന് വന്നത്. അപ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം ഈവനിങ് ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അരിച്ചു പറക്കുകയാണ്. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കണ്ടില്ല. പിന്നെ ന്യൂ ഇയറിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ആളുകൾ അവിടെ തമ്പടിക്കാനും ഇതേപോലുള്ള പല പരിപാടികൾ ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടെ മുൻകൂട്ടി കണ്ടിട്ടായിരുന്നു അവർ അങ്ങോട്ട് എത്തിയത്. അങ്ങനെ അവിടെ ഇങ്ങനെ കയറി നോക്കുമ്പോൾ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു പാറക്കൂട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അധികം ആളുകൾ അങ്ങോട്ട് പോകാറില്ല. അപ്പോൾ എന്തായാലും അങ്ങോട്ട് കൂടെ ഒന്ന് പോയി നോക്കാമെന്ന് ആ ഒരു പോലീസ് ഓഫീസർ വിചാരിക്കുകയാണ്. അവർ നേരെ ആ ഒരു പാറയുടെ അങ്ങോട്ട് പോയി അവിടെ നിന്ന് അവർ താഴോട്ട് നോക്കുകയായിരുന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച അവർ കണ്ടത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കുറച്ച് മാറിയിട്ട് ഒരു സ്ത്രീ അവിടെ കിടക്കുന്നുണ്ട്. അവർ അനങ്ങുന്നില്ല. അവരാദ്യം കരുതിയത് കാൽ വഴുതി അബദ്ധത്തിൽ ഒരു ടൂറിസ്റ്റ് വീണതായിരിക്കും എന്നുള്ളതായിരുന്നു. നേരെ തന്നെ അവർ താഴോട്ടിറങ്ങി ആ ഒരു സ്ത്രീയുടെ അടുത്തോട്ട് എത്തുകയാണ്. ആ ഒരു സ്ത്രീയെ കണ്ട അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു പോവുകയായിരുന്നു. ആ സ്ത്രീ മരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മുഖം വികൃതമാക്കിയിട്ടുണ്ടായിരുന്നു. ആരോ കല്ല് പോലുള്ള എന്തോ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് മുഖം അടിച്ച് തകർത്തിട്ടായിരുന്നു ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ടുണ്ടായത്. യെസ്, ജസ്റ്റ് പെട്രോളിങ്ങിന് വന്ന ഒരു പോലീസ് ടീം ഒരു മർഡർ ക്രൈം സീൻ ആയിരുന്നു കണ്ടെത്തിയത്. ഉടനെ തന്നെ അവർ ആ ഒരു ഏരിയ മുഴുവൻ സെക്യൂർ ചെയ്യുകയാണ്. അപ്പോഴത്തേനും ആ ഒരു വാർത്ത കാട്ടുതീ പോലെ പടരുകയാണ്. അതേപോലെ തന്നെ ആ ഒരു ഫാം ഹൗസിലുള്ളവരും ആ നാട്ടിലുള്ള ആളുകളെല്ലാവരും കൂടെയും അതെന്താണ് ഏതാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് തടിച്ചു കൂടാനും തുടങ്ങി. ബട്ട് പോലീസുകാർ എപ്പോഴത്തേനും ആ ഒരു ഏരിയ അണ്ടർ കൺട്രോളിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബോഡി കണ്ടെത്തുന്നത് ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ ടൈമിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോറൻസിക് ടീമിനൊക്കെ ആ ഒരു സമയത്ത് വന്നിട്ട് കൃത്യമായിട്ടുള്ള ഒരു തെളിവെടുപ്പ് നടത്താനായിട്ട് സാധിക്കുമായിരുന്നില്ല. ഫോറൻസിക് ടീമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ പോലീസുകാർ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു നോട്ടത്തിൽ തന്നെ പോലീസിന് മനസ്സിലായ ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊലയാളി ഈ ഒരു വ്യക്തിയെ തിരിച്ചറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം മുഖം ചതച്ചത് എന്നുള്ളൊരു തരത്തിലായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു സ്ത്രീയുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന ഒന്നും തന്നെ അവിടെ നിന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതായത് ആ സ്ത്രീയുടെ ഹാൻഡ് ബാഗോ അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സോ ഫോണോ തുടങ്ങിയിട്ടുള്ള ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ആകപ്പാടെ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ച കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീക്ക് ഏകദേശം 30-35 ഇടയിൽ പ്രായം ഉണ്ടാവും. അതേപോലെ തന്നെ അവരൊരു ജീൻസും ഒരു ഷർട്ടും ആയിരുന്നു ധരിച്ചിട്ടുണ്ടായത്. പിന്നെ ഈ ഒരു ഏരിയയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. അപ്പോൾ അവിടെ വന്ന ഒരു ടൂറിസ്റ്റിന് ഇത്തരത്തിലുള്ളൊരു അവസ്ഥ വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഹയർ ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു കേസിൽ ഇടപെടുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കില്ലറെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള 2 പോലീസ് ടീമിനെ അവർ നിയോഗിക്കുകയും ചെയ്തു. അതിലെ ഒരു പോലീസ് ടീമിന്റെ ഡ്യൂട്ടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊല്ലപ്പെട്ട ആ ഒരു സ്ത്രീയുടെ ഐഡന്റിറ്റി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. മറ്റൊരു ടീമിനെ ഏൽപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 2 കിലോമീറ്റർ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് ഒരു വഴി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് ആ ഒരു വ്യൂ പോയിന്റിലോട്ട് എത്തുക. അവിടെയാണ് ആകപ്പാടെ ഒരു CCTV ക്യാമറ ഉള്ളത്. അപ്പോൾ അവിടെയുള്ള CCTV ക്യാമറാസ് പരിശോധിക്കാനും അതേപോലെ തന്നെ അതിന് ചുറ്റും എന്താ പറയുക കുറച്ച് മാറിയിട്ടൊക്കെയാണ് CCTV ക്യാമറാസ് ഉള്ളത്. അതൊക്കെ പരിശോധിച്ചിട്ട് കുറ്റവാളിയെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അടുത്ത ടീമിന്റെ ഡ്യൂട്ടി. അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തോട്ടെത്തി അവരും ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. എന്നാൽ യാതൊരു തെളിവുകളും അവർക്കും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. കല്ല് വെച്ച് തന്നെയാണ് ആ ഒരു സ്ത്രീയുടെ മുഖം അടിച്ച് ചതച്ചത് എന്നുള്ളത് അവർക്കും മനസ്സിലായി. എന്നാൽ ഈ മർഡർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള കല്ലൊന്നും അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു. ഈ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതിന് ശേഷം ആ ഒരു കല്ല് അവിടെ നിന്ന് വലിച്ചെറിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നുകൊണ്ട് കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ലാത്തൊരു കാര്യമായിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ ആ ഒരു സ്ത്രീയുടെ ബോഡി പരിശോധിച്ചപ്പോൾ മറ്റൊരു കാര്യം കൂടെ കണ്ടെത്തുകയായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീ ധരിച്ചിരുന്ന ഷർട്ടിന്റെ പോക്കറ്റിൽ ഒരു ഓംലെറ്റിന്റെ കഷ്ണം ഉണ്ടായിരുന്നു. ഇത് ഇത്തിരി സ്ട്രെയിഞ്ച് ആയിട്ട് അവർക്ക് തോന്നി. അതായത് സാധാരണഗതിയിൽ ആരെങ്കിലും ഓംലെറ്റ് വാങ്ങാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ കഴിച്ചു തീർക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ കളയും, അല്ലാതെ ആരും പോക്കറ്റിലിട്ടില്ല. അപ്പോൾ അവരത് നോട്ട് ചെയ്യാണ്. എന്നാൽ അത് പിന്നീട് ഈ ഒരു കേസിന് അത്രയും വലിയൊരു തെളിവാവുന്നുള്ളത് ആ സമയത്ത് പോലീസുകാർ പോലും ചിന്തിച്ചിട്ടുണ്ടായില്ല.
അങ്ങനെ ഈ ഒരു ഓംലെറ്റിന്റെ പീസ് കണ്ടുപിടിച്ച് ഉദ്യോഗസ്ഥർ നേരെ തന്നെ ഈ ഒരു സോനം രഘുവംശി എന്ന് പറയുന്ന ഓഫീസറുടെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് മാഡം ഇതേപോലെ തന്നെ ഒരു സ്ത്രീയുടെ പോക്കറ്റിൽ നമുക്കൊരു ഓംലെറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരും ഇത് തന്നെ ചിന്തിച്ചു, എന്താണ് ഓംലെറ്റ് അവർ പോക്കറ്റിൽ ഇട്ടതെന്നുള്ളത്. എന്നിട്ട് അവർ കൂടുതലായിട്ട് ചിന്തിക്കുകയാണ്. അതായത് ഒരു ഓംലെറ്റ് പോക്കറ്റിലിട്ട് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓംലെറ്റ് അടുത്തുനിന്ന് എവിടെന്നെങ്കിലും വാങ്ങിയതായിരിക്കും. ഇവിടെ അടുത്ത് ഓംലെറ്റ് കിട്ടുന്ന ഒരു കട എവിടെയാണെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യൂ പോയിന്റിലോട്ട് കയറുന്നതിൻ്റെ ആ സൈഡിലാണ്, അതായത് 2 കിലോമീറ്റർ താഴത്താണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഓംലെറ്റ് വെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ആയിരിക്കാം ഇവർ ഈ ഒരു ഓംലെറ്റ് വാങ്ങിയത് എന്നുള്ളൊരു വിശ്വാസത്തിൽ നേരെ തന്നെ അവർ താഴോട്ട് ചെന്നിങ്ങേറ്റ് അവിടെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോഴത്തേനും രാവിലെ ഏകദേശം 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനോടകം തന്നെ ഈ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ടും അയച്ചിട്ടുണ്ടായിരുന്നു. അവരവിടെ അങ്ങനെ എത്തി നോക്കുമ്പോൾ ഓംലെറ്റ് വിൽക്കുന്ന ആരെയും അവർക്ക് കാണാനായിട്ട് സാധിച്ചില്ല. എന്നാലും ചെറിയ ചെറിയ കുട്ടി ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്തൊക്കെ ഇവർ ചെന്നിങ്ങായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഓംലെറ്റ് വിൽക്കുന്ന ഒരു ചേട്ടനുണ്ട്, ആൾ ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ വരുമ്പോൾ ഈ ഒരു സമയത്ത് ആളുണ്ടാവില്ല. ഒരു വൈകുന്നേരം ഒരു 4 മണി ടൈമൊക്കെ ആകുമ്പോൾ ആൾ വരും. എന്നിട്ടൊരു എന്താ പറയുക, ഒരു നൈറ്റ് വരെയൊക്കെ ആൾ ഓംലെറ്റ് വെക്കും, എന്നിട്ട് അവിടെ നിന്ന് പോകും. അതായിരുന്നു ആളുടെ റൊട്ടീൻ. അങ്ങനെ ഇവർ ആൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അടുത്തതായിട്ടുണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഐഡന്റിറ്റി കണ്ടെത്തുക എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ അവരുടെ മുഖവും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ചതഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് എളുപ്പമില്ലാത്തൊരു കാര്യമായിരുന്നു. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉള്ളത് വെച്ച് കഴിഞ്ഞിട്ട് അവരൊരു സ്കെച്ച് വരച്ചിട്ട് അത് എന്താ പറയുക, പബ്ലിക്കിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് ആരാണെന്നുള്ളത് കണ്ടെത്താനായിട്ട് ശ്രമിക്കും. എന്നാൽ ഇത്തവണ ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥൻ പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ AI ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്പ് ആയിട്ടുണ്ട്. സോ നമുക്ക് AI വെച്ച് കഴിഞ്ഞിട്ട് ഒരു സ്കെച്ച് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നു, അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പല ആംഗിളിൽ നിന്ന് എടുത്തു. എന്നിട്ട് AI എക്സ്പേർട്സിന് കൊടുക്കുകയായിരുന്നു ഒരു ഫോട്ടോ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അവരങ്ങനെ AI ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ ജനറേറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്തു. അപ്പോൾ ആരാണ് ആ ഒരു സ്ത്രീ, ആരാണ് അവരെ ഇത്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്? ആ ഒരു ഓംലെറ്റിന്റെ കഷ്ണവും അതേപോലെ തന്നെ ഈ ഒരു AI ടെക്നോളജിയും യൂസ് ചെയ്തിട്ട് പോലീസുകാർ എങ്ങനെയാണ് ഈ ഒരു കേസ് സോൾവ് ചെയ്തത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ, റസീൻ ദിസ് സൈഡ്. അങ്ങനെ ഈ ഒരു പോലീസ് ഓഫീസർ ആയിട്ടുള്ള സോനം രഘുവംശി കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഓംലെറ്റ് വെണ്ടർ അങ്ങോട്ട് എത്തുകയാണ്. അങ്ങനെ അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ആളുടെ അടുത്ത് ചോദിച്ചു, ഇതേപോലെ കഴിഞ്ഞ ദിവസം ഓംലെറ്റ് വാങ്ങാമെന്ന ഒരു സ്ത്രീയെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ, അറിയോ എന്നുള്ളതൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആൾ പറഞ്ഞു, ഇവിടെ ഡെയിലി ബേസിസിൽ കുറേ ആൾക്കാർ വരുന്നുണ്ട്, കുറേ ആൾക്കാർ ഓംലെറ്റ് വാങ്ങുന്നുണ്ട്, പോകുന്നുണ്ട്, എനിക്ക് അങ്ങനെ എല്ലാവരെയും ഓർത്തിരിക്കാനൊന്നും പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം അയാൾ തുറന്ന് പറയുകയാണ്. അപ്പോൾ ആ ഒരു സ്ത്രീ ധരിച്ചിരുന്ന ഷർട്ടിൻ്റെയും പാൻറ്റിൻ്റെയും കളറും കാര്യങ്ങളും പാറ്റേണും എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ഒന്ന് കത്തുകയാണ്. അതിന് വേറൊരു കാരണം ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതേപോലെ തന്നെ 2 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പുരുഷനും ഒരു സ്ത്രീയായിരുന്നു ഉണ്ടായിരുന്നത്. അവർ നമ്മളുടെ കടയിൽ നിന്ന് ഇതേപോലെ ഓംലെറ്റ് വാങ്ങി. എന്നിട്ട് ആ ഒരു സ്ത്രീ അത് കഴിക്കുന്നുണ്ടായിരുന്നു. കഴിച്ചതിന് ശേഷം അവർ ആ ഒരു ഓംലെറ്റ് പോക്കറ്റിലിട്ടിട്ട് പോകുന്നത് ഇയാൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാളും ചിന്തിച്ചു, അല്ല സാധാരണഗതിയിൽ ആളുകൾ ഓംലെറ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് കളയും, ഇല്ലാന്നുണ്ടെങ്കിൽ പൊതിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ബാഗിൽ വരെ വെക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ബട്ട് ആ ഒരു ഓംലെറ്റിൻ്റെ പീസ് എടുത്ത് പോക്കറ്റിലിടുന്ന ആൾ ആദ്യമായിട്ടായിരുന്നു കാണുന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം ആൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രത്തോളമൊക്കെ കേട്ടപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, ആ ഒരു സ്ത്രീയുടെ കൂടെ വന്ന പുരുഷനായിരിക്കാം കൊലപാതകി. അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു ഓംലെറ്റ് വെണ്ടറിൻ്റെ അടുത്ത് ചോദിച്ചെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവരുടെ ഫേസ് വല്ലതും ഓർമ്മ ഉണ്ടോ എന്നുള്ളതായിരുന്നു. എന്നാൽ ആൾക്ക് അവരുടെ ഫേസ് ഒന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ അവരെങ്ങനെയാണ് വന്നതെന്നുള്ളത് ചോദിച്ചപ്പോൾ അവരൊരു ബൈക്കിനായിരുന്നു വന്നത്. 2 പേരും ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓംലെറ്റ് വാങ്ങുന്ന ഒരു സമയത്ത് അവർ ഹെൽമെറ്റ് ഊറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് അവരുടെ ഫേസ് ഒന്നും അത്ര ക്ലിയർ ആയിട്ട് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അയാൾ തുറന്ന് പറയുകയായിരുന്നു. അടുത്തതായിട്ട് പോലീസുകാർ ഇയാളുടെ അടുത്ത് ചോദിച്ചത് ഏകദേശം എപ്പോഴായിരിക്കും അവർ വന്നതെന്നുള്ളതാണ്. അപ്പോൾ ആൾ പറഞ്ഞു, ഏകദേശം ഒരു 5:30-6 മണി ആ ഒരു ടൈമിൽ അവരിവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ പോലീസുകാർ അവിടെയുള്ള CCTVയും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. ആ ഒരു ടൈമിൽ ഇങ്ങനെ ഡ്രസ്സ് ധരിച്ച ഏതെങ്കിലും കപ്പിൾസ് വന്നിട്ടുണ്ടോ, ഏത് ബൈക്കിനാണ് അവർ വന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ CCTV വിഷ്വൽസൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പരിശോധിക്കുകയായിരുന്നു. എന്നാൽ അവിടുത്തെ CCTVക്ക് വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേപോലെ തന്നെ പല പല ബൈക്കുകളും വണ്ടികളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ പോലീസുകാർ ആ ഷർട്ടിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ബൈക്കുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്. അവസാനം ഒരു 6-7 ഫുട്ടേജസ് പോലീസിന് കിട്ടി. ഇതേപോലെ തന്നെ എന്താ പറയുക, ഷർട്ടും ജീൻസും ധരിച്ച സ്ത്രീകൾ പില്യണായിട്ട് വരുന്ന ബൈക്കുകളുടെ ഫുട്ടേജസും കാര്യങ്ങളായിരുന്നു അത്. അതിനുശേഷം അവർ നേരെ തന്നെ ഈ ഒരു ഓംലെറ്റ് വെണ്ടറിൻ്റെ അടുത്തേക്ക് വീണ്ടും പോവാണ്. എന്നിട്ട് ആ ഫുട്ടേജസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ആളോട് ചോദിച്ചു, ഇതിൽ ആരാണ് അവർ എന്നുള്ളത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ആളിങ്ങനെ ഓരോ ഫുട്ടേജസും മാറി മാറി നോക്കുകയായിരുന്നു. അതിനുശേഷം ഒരു ഫുട്ടേജ് കണ്ടപ്പോൾ ആൾ പറഞ്ഞു, ഇവർ 2 പേരുമാണ് ഇവിടെ വന്നതെന്നുള്ളത്.
അപ്പോൾ പോലീസുകാർക്ക് അപ്പോൾ അവർ വന്ന ബൈക്ക് ഏതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുകയാണ്. എന്നാൽ ഈ ഒരു CCTVയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാരിറ്റി അത്ര പോരാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ നമ്പറൊക്കെ കണ്ടുപിടിച്ച് ആളെ ട്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ആ ഒരു 4 കൂടിയ ജംഗ്ഷനിലോട്ട് വന്നിട്ടാണല്ലോ അവർ നേരെ ആ ഒരു മലയുടെ മുകളിലോട്ട് പോയത്. അപ്പോൾ 3 വഴിക്ക് അങ്ങോട്ട് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു 3 വഴിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും തൊട്ടടുത്തൊന്നും വേറെ CCTV ഒന്നുമില്ല. അവിടെ നിന്ന് കുറച്ചധികം ദൂരം മാറിയിട്ടാണ്, അതായത് കുറച്ച് കിലോമീറ്റേഴ്സ് പോകണം അടുത്തൊരു CCTV നല്ല ക്ലാരിറ്റി ഉള്ളത് കിട്ടണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഒരു പോലീസ് ടീം 3 വഴിയിലും നല്ല CCTVയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് പോയിട്ട് അതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ നൈറ്റ് ടൈമായി ഈ ഒരു കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥയായിട്ടുള്ള സോനൻ രഘുവംശി വീട്ടിൽ പോയിട്ട് ഈ ഒരു കേസിനെ കുറിച്ച് തന്നെ ആലോചിക്കുകയാണ്. അപ്പോഴും അവർക്ക് എന്തൊക്കെയോ ഒരു മിസ്സിങ് തോന്നുകയാണ്. ആ ഒരു ഓംലേറ്റ് കടക്കാരൻ്റെ അടുത്ത് താൻ എന്തോ ചോദിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു തോട്ട് അവരുടെ ഉള്ളിൽ ഇങ്ങനെ വരികയാണ്. അതായത് ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളായിരിക്കും ഇതേപോലുള്ള സാക്ഷികളൊക്കെ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഇന്നൊരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിന് ആ ഒരു കേസ് ക്രാക്ക് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ പറ്റുമെന്നുള്ളത് മിക്കവാറും ടൈമിൽ അവർ ചിന്തിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് ഏത് ചോദ്യം എവിടെ എപ്പോൾ എങ്ങനെ ചോദിക്കണം എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി തന്നെയാണല്ലോ. അപ്പോൾ ഇവരിങ്ങനെ കൂടുതലായിട്ട് ഇരുന്ന് ചിന്തിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് ഒരു കാര്യം കത്തുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് പേയ്മെന്റ് നടത്തുന്നത് 2 തരത്തിലാണ്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ UPI ത്രൂ പേയ്മെന്റ് നടത്തും, ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കും. അപ്പോൾ അത് അവർ ആ ഒരു ആളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ തന്നെ വീണ്ടും ആ ഒരു ഓംലെറ്റ് കച്ചവടക്കാരൻ്റെ അടുത്തോട്ട് ഈ ഒരു ഓഫീസർ പോവാണ്, ആളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇവർ എങ്ങനെയാണ് പേയ്മെന്റ് നടത്തിയതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നുള്ളത്. അതായത് അവർ നിങ്ങൾക്ക് ക്യാഷ് ആണോ തന്നത്, അല്ലാന്നുണ്ടെങ്കിൽ UPI ത്രൂ ആണോ പേയ്മെന്റ് നടത്തിയത്. അവർ ക്യാഷ് ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അത് വെച്ച് കഴിഞ്ഞാൽ അവരെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ബട്ട് അവർ UPI വെച്ചിട്ടാണ് ആ ഒരു പേയ്മെന്റ് നടത്തിയതെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് അഡ്രസ്സ് പോലീസിന് വളരെ എളുപ്പത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു ഓംലെറ്റ് കച്ചവടക്കാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അവർ UPI വെച്ചിട്ടാണ് പേയ്മെന്റ് നടത്തിയത്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഇപ്പോൾ ക്യാഷ് ആയിട്ട് തരാറുള്ളൂ. ഒരു 90% മേലുള്ള ആളുകളും ഇപ്പോൾ UPI ത്രൂ തന്നെയാണ് പേയ്മെന്റ് നടത്താറുള്ളത് എന്നുള്ളതായിരുന്നു ആളുടെ മറുപടി. അപ്പോൾ ആ ഒരു ടൈം ലിമിറ്റിലുള്ള ആളുടെ ട്രാൻസാക്ഷൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പോലീസുകാർ എടുക്കുകയാണ്. എന്നിട്ട് ആളുടെ അടുത്ത് ചോദിച്ചു, ഇതിൻ്റെ ഉള്ളിൽ ഏതാണ് ആളുടെ പേയ്മെൻറ്റ്, അതായത് ഇവർ ചെയ്ത പേയ്മെൻറ്റ് എന്നുള്ളത് ആൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആളിങ്ങനെ ആലോചിക്കുകയാണ് അവരെന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത്. അപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങി, പിന്നെ ഒരു സ്നാക്ക് വാങ്ങി, പിന്നെ ഒരു ഓംലെറ്റ് വാങ്ങി. അപ്പോൾ ആൾ കൂട്ടിയിട്ട് ഇത്രയാണ് എമൗണ്ട് എന്നുള്ളത് പറയാണ്. അപ്പോൾ ഏകദേശം ആ ഒരു എമൗണ്ട് വരുന്നത് ഏതൊക്കെ പേയ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് പോലീസുകാർ നോക്കുകയാണ്. അപ്പോൾ ഇയാളും കൂടെ നോക്കിയിട്ട് പറഞ്ഞു, ഒരു പേയ്മെൻറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇത് തന്നെയാണ് അവർ നടത്തിയ പേയ്മെൻറ്റ് എന്നുള്ളത്. യെസ്, അപ്പോൾ പോലീസുകാർക്ക് ആരാണ് പേയ്മെന്റ് നടത്തിയെന്നുള്ളതിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണ ലഭിക്കുകയാണ്. പോലീസുകാർ ആളുടെ ആ ഒരു UPI ഐഡിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ആളെ ട്രാക്ക് ചെയ്യാനും തുടങ്ങി. ഗ്വാളിയാറുള്ള സച്ചിൻ സെൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു ആ ഒരു പേയ്മെന്റ് നടത്തിയിട്ടുണ്ടായത്. അങ്ങനെ പോലീസുകാർ ആളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തപ്പി ആളുടെ വീട്ടിലോട്ട് പോവായിരുന്നു. അതിനോടകം തന്നെ പോലീസുകാർ ഓൾറെഡി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് AI എക്സ്പേർട്സിൻ്റെ കയ്യിൽ അവരുടെ ഫോട്ടോ ജനറേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഫോട്ടോയും ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് TV-യിലും ന്യൂസ് പേപ്പറിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിഷ് ചെയ്യാണ്. ഇവരെ ആർക്കെങ്കിലും അറിയോ എന്ന് ചോദിച്ചുകൊണ്ട് പോലീസുകാർ ഈ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത് കുറച്ച് നേരങ്ങൾക്ക് ശേഷം അവർക്ക് ഒരു ഇൻഫോർമേഷൻ ലഭിക്കുകയാണ്. ഒരു സ്ത്രീ ആയിരുന്നു അത്തരത്തിലുള്ള ഒരു ഇൻഫോർമേഷൻ കൊടുത്തത്. അവരുടെ പരിചയത്തിലുള്ള ഒരു സ്ത്രീയുടെ പോലെയുണ്ട് ഈ ഒരു ഫോട്ടോയിലുള്ള വ്യക്തി എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞത്. അതായത് സംഗീത എന്നാണ് അവരുടെ പേര്. ബട്ട് അവർ ഗ്വാളിയാറുള്ള ഒരു വ്യക്തിയല്ല, ടീക്കംഗാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു സ്ത്രീയാണെന്നുള്ളതായിരുന്നു പോലീസിന് അവർ കൊടുത്ത ഇൻഫോർമേഷൻ. അങ്ങനെ ഒരു പോലീസ് ടീം മധ്യപ്രദേശിലെ ടീക്കംഗാറിലോട്ട് പോവാണ് ആ ഒരു സ്ത്രീയെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ആ സ്ത്രീയുടെ വീടിൻ്റെ അവിടെ എത്തി ഡോറിൽ ബെല്ലടിച്ചപ്പോൾ അവരുടെ ഹസ്ബൻഡ് ആയിരുന്നു ഡോറ് തുറന്നത്. അതേപോലെ തന്നെ അവിടെ അവരുടെ മകനും ഉണ്ടായിരുന്നു. അപ്പോൾ സംഗീതയെക്കുറിച്ചും കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പോലീസുകാരുടെ അടുത്ത് ആ ഹസ്ബൻഡ് ചൂടാവുമായിരുന്നു. അവൾ എവിടെ പോയി എങ്ങോട്ട് പോയി എന്നുള്ളതൊന്നും എനിക്കറിയില്ല, എനിക്കറിയാൻ വേണ്ട, അവളെ കൊണ്ട് എനിക്ക് എന്താ പറയുക ആകപ്പാടെ തലവേദന ആയിട്ടിരിക്കുകയായിരുന്നു. എവിടേക്കെങ്കിലും പോട്ടെ, എൻ്റെ കുട്ടിയുടെയും കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്നുള്ളൊരു രീതിയിലായിരുന്നു ആൾ സംസാരിച്ചത്. അപ്പോൾ സംഭവം എന്താണെന്നുള്ളത് പോലീസുകാർ ചോദിച്ചപ്പോൾ അവൾക്ക് ഒരുപാടധികം പുരുഷന്മാരുമായിട്ടും ബന്ധമുണ്ടെന്നും
ഫുൾ ടൈം ഫോണിലാണ്. ഞാൻ എങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞ് തിരുത്താനായിട്ട് നോക്കിയിട്ടും അവള് തീരെ ശരിയാകുന്നുണ്ടായിരുന്നില്ല. എപ്പോൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പല ആൾക്കാരുടെ കൂടെ കറങ്ങാൻ പോവുക, അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക എന്നുള്ളതൊക്കെ ആയിരുന്നു അവരുടെ ഒരു എന്താ പറയുക ശീലം. അപ്പോൾ എങ്ങനെ എത്രയൊക്കെ നോക്കിയിട്ടും തനിക്ക് അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല എന്നും അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഗ്വാളിയാറിൽ തനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് പോവാണെന്നുള്ളത് ഇവർ പറയുന്നത്. അപ്പോൾ നീയോ എങ്ങോട്ടെങ്കിലും പോ, എന്തെങ്കിലും ചെയ്യ്, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഒരു സ്ത്രീ ഇയാൾ പറഞ്ഞേക്കായിരുന്നു. ഗ്വാളിയാറിൽ എത്തിയതിന് ശേഷം സേഫായിട്ട് അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ഒരു തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അവരെയും വിളിച്ചിട്ടില്ല, അവരെന്നെയും വിളിച്ചിട്ടില്ല, അവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് അവരെക്കുറിച്ചൊന്നും അറിയാൻ വേണ്ട എന്നുള്ളൊരു തരത്തിലായിരുന്നു സംഗീതയുടെ ഭർത്താവ് പോലീസിൻ്റെ അടുത്ത് മറുപടി പറഞ്ഞത്. ആ ഒരു ഭർത്താവിൻ്റെ ദേഷ്യവും അതേപോലെ തന്നെയുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ കണ്ടപ്പോൾ സംഗീതയോട് ആൾക്ക് എത്രത്തോളം ദേഷ്യമുണ്ട് എന്നുള്ളത് പോലീസിന് അപ്പോൾ തന്നെ മനസ്സിലാവുകയാണ്. അപ്പോൾ ആ ഒരു സംഗീതയുടെ ഏതെങ്കിലും ഫോട്ടോസോ കാര്യങ്ങളോ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ ആൾ സംഗീതയുടെ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. അവരെങ്ങനെ ആ ഒരു ഫോട്ടോയും അതേപോലെ തന്നെ ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം 90% മേലെ മാച്ച് ആകുന്നുണ്ടായിരുന്നു അത്. യെസ്, മുഖം ചതഞ്ഞിട്ട് അത്യാവശ്യം അവിടെ ഇവിടെ ചെറിയ ചെറിയ പോർഷൻസ് ചതയാത്തത് ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിങ്ങേട്ട് AI വെച്ചിങ്ങേറ്റ് ജനറേറ്റ് ചെയ്ത ഒരു ഇമേജ് അത്രത്തോളം പെർഫെക്ഷനിലോട്ട് എത്തിയെന്ന് പറയുമ്പോൾ ടെക്നോളജി എന്തോരം പുരോഗമിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ അടുത്തതായിട്ട് പോലീസുകാർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സച്ചിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നേരെ ആ ഒരു അഡ്രസ്സിലോട്ട് എത്തുകയാണ്. അവിടെ എത്തി നോക്കിയപ്പോൾ അവിടെ ഡോറ് തുറന്നത് സച്ചിൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അതേപോലെ തന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെ പോയി എന്നുള്ളൊരു കാര്യം അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഒരാഴ്ച എന്തോ പണിയുണ്ടെന്ന് പറഞ്ഞ് പോയതാണ്, ആളെക്കുറിച്ച് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് യാതൊരു വിവരവും ഇല്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു അവർ മറുപടി പറഞ്ഞത്. അങ്ങനെ അവരുടെ അടുത്തും സച്ചിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളും പോലീസുകാർ ആവശ്യപ്പെടുകയാണ്. അവരും സച്ചിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തു. അങ്ങനെ ആ ഒരു ഫോട്ടോ TV-യിലും മാധ്യമങ്ങളിലൊക്കെ പോലീസുകാർ പബ്ലിഷ് ചെയ്യാണ്. സച്ചിന് വേണ്ടിയിട്ട് അവർ വല വിരിച്ച് അന്വേഷിക്കാനും തുടങ്ങി. അങ്ങനെ ഏകദേശം 2-3 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം പോലീസ് സച്ചിനെ പിടികൂടുകയായിരുന്നു. പോലീസുകാരെ ആളുടെ അടുത്ത് ആദ്യം ചോദിച്ചൊരു ചോദ്യം സംഗീതയെ അറിയുമെന്നുള്ളതായിരുന്നു. അപ്പോൾ ആൾ തിരിച്ചു ചോദിച്ചത് ഏത് സംഗീത എന്നുള്ളതായിരുന്നു. അപ്പോൾ പോലീസ് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഗ്വാളിയാറിലോട്ട് ടീക്കംകാറിൽ നിന്നും നിന്നെ കാണാനായിട്ട് വന്ന സംഗീതയെ നിനക്കറിയില്ല എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, എനിക്ക് അവരെ നന്നായിട്ട് അറിയാം എന്നുള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ കൂടെ പറയാനായിട്ട് പറയാണ്. അപ്പോൾ ഈ ഒരു സച്ചിൻ പറഞ്ഞു, എനിക്ക് സംഗീതയെ നന്നായിട്ട് അറിയാം, കഴിഞ്ഞ ആഴ്ചയാണ് അവരെന്നെ കാണാനായിട്ട് ഗ്വാളിയാറിലോട്ട് വന്നത്, ഞാൻ വേറൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെയായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആൾ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അടുത്തതായിട്ട് സച്ചിൻ്റെ അടുത്ത് പോലീസുകാർ ചോദിച്ചത് നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നുള്ളതായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ ത്രൂ ആയിരുന്നു ഇവർ രണ്ടുപേരും പരിചയപ്പെട്ടത്. അങ്ങനെ അവർ നല്ല രീതിയിൽ ചാറ്റ് ചെയ്തു ഫോൺ നമ്പർ എക്സ്ചേഞ്ച് ചെയ്തു, അവർ കോൾ ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ കോൾ ചെയ്യാനും ഒക്കെ തുടങ്ങി. അപ്പോൾ അവരുടെ മാരേജ് ലൈഫിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളൊരു തരത്തിലായിരുന്നു സച്ചിൻ്റെ അടുത്ത് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ സച്ചിൻ്റെ ലൈഫിലും കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ടുള്ള പ്രണയത്തിലാവുമായിരുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റിൽ സച്ചിൻ സംഗീതയുടെ അടുത്ത് പറഞ്ഞു, നീ നിൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വാ, ഞാൻ എൻ്റെ ഭാര്യനെ ഉപേക്ഷിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങാമെന്നുള്ള കാര്യം പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ടീക്കംകാറിൽ നിന്നും വണ്ടി കയറിയിട്ട് ഗ്വാളിയാറിലോട്ട് ഈ ഒരു സംഗീത വരുന്നതും അതേപോലെ തന്നെ ഓൾറെഡി ഇയാൾ വീടും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീട്ടിലോട്ട് ഇവർ രണ്ടുപേരും കൂടെയും താമസം മാറുന്നതും. അതിനോടൊപ്പം തന്നെ സച്ചിൻ കൂട്ടിച്ചേർത്ത കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഗീതയെ തനിക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നു എന്നുള്ളതും അതേപോലെ തന്നെ കല്യാണം കഴിച്ചും കഴിഞ്ഞിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങണം എന്നുള്ളതായിരുന്നു ആളുടെ ആഗ്രഹം എന്നുള്ള തരത്തിലായിരുന്നു. എന്നാൽ അവർ ആ ഒരു വീട്ടിലോട്ട് എത്തി ഇവർ രണ്ടുപേരും ഒരുമിച്ച് താമസിച്ച് തുടങ്ങിയപ്പോഴാണ് കുറേ കാര്യങ്ങൾ ഇയാൾക്ക് മനസ്സിലാകുന്നത്. അതായത് സംഗീത ഇയാളോട് സംസാരിക്കുന്നത് പോലെ തന്നെ ഒരുപാടധികം പുരുഷന്മാരുമായിട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് ആ ഒരു വീട്ടിലെത്തിയതിന് ശേഷവും അവർ ഫുൾ ടൈം ഫോണിലായിരുന്നു, പല പല കോളുകൾ വരുന്നു, പല പല മെസ്സേജുകൾ വരുന്നു, പലരുമായിട്ടും എന്താ പറയുക പല രീതിയിൽ സംസാരിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഇയാൾക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്തതിലും അപ്പുറമായി. അതായത് ഇയാളുടെ ഒരു ലൈഫ് പാർട്ട്ണർ എന്നുള്ളൊരു രീതിയിലായിരുന്നു ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ട് ആളുടെ സ്വന്തം ഭാര്യയും കുട്ടീനൊക്കെ ഉപേക്ഷിച്ചിട്ട് വന്നതായിരുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം പുരുഷന്മാരുമായിട്ട് ബന്ധം. അപ്പോൾ ഇതേപോലെ തന്നെ അതൊക്കെ നിർത്തണം എന്ന് പറഞ്ഞിട്ട് അവർ കൂട്ടാക്കിയില്ല. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. അതായത് തൻ്റെ അടുത്ത് അത്രയും സ്നേഹമാണ്, തൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ് തന്നെ പറഞ്ഞ് പറ്റിച്ച് ഇപ്പം ഇങ്ങോട്ട് വന്നേക്കാണെന്നുള്ളൊരു തോട്ട് ആൾക്ക് വന്നു. അപ്പം എങ്ങനെയെങ്കിലും ആ ഒരു സ്ത്രീക്ക് എന്താ പറയുക പ്രതികാരം ചെയ്യണം എന്നുള്ളൊരു ചിന്ത ആൾക്ക് വരികയാണ്. അങ്ങനെയാണ് ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ആൾ എത്തുന്നത്.
എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് ആൾ കൂടുതലായിട്ട് ചിന്തിച്ചപ്പോഴാണ് ഈ ഒരു കട്ടാരെ ഫാം ഹൗസിന്റെ ബാക്കിലുള്ള ആ ഒരു എന്താ പറയുക വ്യൂ പോയിന്റിനെ കുറിച്ച് കഴിഞ്ഞിട്ട് ആൾക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ഒരു ദിവസം സംഗീതയും കൊണ്ട് ആൾ അങ്ങോട്ട് പോവായിരുന്നു. അങ്ങോട്ട് എത്തി അവിടെ താഴെ വെച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഓംലെറ്റ് വെൻഡറിൻ്റെ അടുത്ത് പോകുന്നതും ഇതേപോലെ തന്നെ ഓംലെറ്റ് വാങ്ങുന്നതും അവർ ആ ഒരു പോക്കറ്റിലിടുന്നതും പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അവർ നേരെ ആ ഒരു മല കയറുന്നതും. അവിടെ കയറി ഇതേപോലെ തന്നെ വ്യൂവും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചു. ഏകദേശം വെളിച്ചമൊക്കെ കുറച്ച് കുറഞ്ഞ ടൈമിൽ ഈ ഒരു സച്ചിൻ പറഞ്ഞു കുറച്ച് മാറിയിട്ട് അവിടെ ഒരു പാറക്കൂട്ടുണ്ട്, അതിൻ്റെ അങ്ങോട്ട് പോയി അതിൻ്റെ താഴെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലും സൂപ്പർ വ്യൂവും കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. സംഗീത ആളെയും വിശ്വസിച്ചു, ആളുടെ കൂടെ എത്തി. ആ ഒരു ഏരിയയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുകൊണ്ട് തന്നെ അപ്പുറത്തുനിന്ന് എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആരും കാണൂല. അതായത് സ്പെസിഫിക് ആയിട്ട് ആ ഒരു ഏരിയയിൽ ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പാറയുടെ മുകളിൽ നോക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തി നോക്കണം. എന്നാണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഏരിയ വിസിബിൾ ആവുള്ളൂ. അങ്ങനെ കറക്റ്റ് ആ ഒരു ലൊക്കേഷനിലോട്ട് ആ ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അവിടെ വെച്ച് ഇതേപോലെ തന്നെ ഇവർ തമ്മിൽ സംസാരിക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ കിടന്നിരുന്ന ഒരു കല്ലെടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു സ്ത്രീയുടെ തല അടിച്ച് പൊളിക്കുകയായിരുന്നു. പിന്നീട് ദേഷ്യം മാറാതെ വീണ്ടും ആ ഒരു കല്ലുപയോഗിച്ച് ആ ഒരു സ്ത്രീയുടെ മുഖം അടിച്ച് ചതക്കുകയായിരുന്നു. ആള് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരാരാണ് എന്താണ് എന്നുള്ളത് തിരിച്ചറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല താൻ അവരുടെ മുഖം ചതച്ചത്, തനിക്ക് അത്രത്തോളം ദേഷ്യം ഉണ്ടായിരുന്നത് കൊണ്ട് വീണ്ടും താൻ ആ ഒരു കല്ലുപയോഗിച്ച് കഴിഞ്ഞിട്ട് അടിച്ചപ്പോൾ പറ്റിപ്പോയതാണെന്നുള്ളൊരു തരത്തിലായിരുന്നു ആള് പോലീസിൻ്റെ അടുത്ത് മറുപടി പറഞ്ഞത്. എന്നിട്ട് കൊല്ലാൻ ഉപയോഗിച്ച ആ ഒരു കല്ല് ആൾ അവിടെ നിന്ന് വലിച്ചെറിഞ്ഞ് കളയുകയായിരുന്നു. അതിനുശേഷം ആൾ അവിടെ നിന്ന് ആ ഒരു കുന്നിറങ്ങി നേരെ തൻ്റെ ആ ഒരു വാടക വീട്ടിലോട്ട് പോകുമായിരുന്നു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പോലീസുകാർ തൻ്റെ പിന്നാലെ വരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് ആൾ എസ്കേപ്പ് ആവുകയും ചെയ്തു. ബട്ട് പോലീസുകാർ ആളെ ട്രാക്ക് ചെയ്ത് പിടികൂടുകയായിരുന്നു. ഇപ്പം ഇയാൾ ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി, അയാളൊരു കൊലപാതകയായി. അതുകൊണ്ട് തന്നെ ഇനി ഇയാളുടെ ശിഷ്ടകാലം ആൾ ജയിലിൽ ചെലവഴിക്കേണ്ടതായിട്ട് വരും. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു കേസിൽ ഇനിയും ചില ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും പോലീസ് റിപ്പോർട്ട്സിലും കാര്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കിയിരുന്ന് കാണേണ്ടതായിട്ട് തന്നെ വരും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പോലീസുകാർ ഒരു ഓംലെറ്റിൻ്റെ കഷ്ണവും അതേപോലെ തന്നെ AI ടെക്നോളജിയും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കേസിൽ കുറ്റവാളിയെ കണ്ടെത്തിയത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ആയിട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റജിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.